Hi friends, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി കുറുമ കറിയാണ്. ഇത് സാധാരണ തക്കാളി കറി അല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തക്കാളി കുറുമയാണ്. ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ കസ്കസ്, ഒപ്പം 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള കറുവപ്പട്ട, 2 കരയാമ്പൂ, 1 ഏലക്കായ, 1 അരിഞ്ഞ സവോള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക. 3-4 മിനിറ്റ് സവോള ചെറുതായി ബ്രൗൺ കളറാവുന്ന വരെ മീഡിയം തീയിൽ വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി 1 മിനിറ്റ് വഴറ്റുക. ഇനി 3 അരിഞ്ഞ തക്കാളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. തക്കാളി ഒന്ന് ചെറുതായി ഉടയുന്ന വരെ വഴറ്റുക. 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. 6-8 മിനിറ്റ് ചെറിയ തീയിൽ ചൂടാക്കുക. ഇനി നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. ഒപ്പം 1/2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുക. നന്നായി ഇളക്കി 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. നമ്മുടെ രുചിയുള്ള തക്കാളി കുറുമ റെഡി. റൊട്ടിയുടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കുറുമക്കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.